ഇത് കേൾക്കുമ്പം പറഞ്ഞു വന്നതാണ്. വേറെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകർ അവഹേളിക്കുന്ന ഈ നാളംകെട്ട സ്റ്റേറ്റ്മെന്റ് എതിരെയുള്ള പ്രതിഷേധമായിട്ടായിട്ട് കണ്ടാൽ മതി. ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആ ചെങ്ങായിക്ക് തലക്കകത്ത് എന്താ ഓളയില്ലേ? എന്താ ഈ പിച്ചും പേയും പറയുന്നത്? അദ്ദേഹം ഈ രാഹുൽ മാക്കൂട്ടത്തിന്റെ വിഷയത്തിൽ പറയുക ഉറച്ച ബോധ്യമുണ്ട്. എന്റെ ബോധ്യം അങ്ങനെയാണ്. കേരളം മുഴുവനും അലയടിച്ച് വന്നാലും എന്റെ ബോധ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ നിന്റെ ബോധ്യം നിന്റെ കുടുംബത്തിലല്ലടാ. നിന്റെ നിന്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കോൺഗ്രസ് പാർട്ടി പറഞ്ഞില്ലേ? നിന്റെ ബോധ്യം നിന്റെ മനസ്സിലിരിക്കട്ടല്ലേ, നിന്റെ കീശയിൽ നാലാക്കി മടക്കി പോക്കറ്റിലങ്ങട്. ഇവിടെ നിയമവ്യവസ്ഥയുള്ള ഒരു രാജ്യമാണ്. അതിന്റെ സത്യം പുറത്തു വരട്ടെ. ഇവിടെ തെളിവല്ലേ വേണ്ടത്, അല്ല നിന്റെ ബോധ്യമാണ് വേണ്ടത്. നിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തകരൊക്കെ പ്രവർത്തിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി ലോജിക്ക് എന്താണ്. പിന്നെ നീ ആരെയാ വെല്ലുവിളിക്കുന്നത്? കേരളം മുഴുവൻ അലയടിച്ചു വന്നാല് എടാ 2-3 കോൺഗ്രസിന്റെ നേതാക്കന്മാർ നട്ടല് നിവൃത്തി നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നിന്റെ ബോധ്യം കൊണ്ട് നീ പോണ്ടി വരും നിന്റെ കാലിലടക്ക വീട്ടിലേക്ക്. മനസ്സിലായ? നീ ഒരു വളർന്നു വരുന്ന യുവ നേതാവിനെതിരെ പറയുന്നുള്ള ബോധം നിനക്കുണ്ടാവണ്ടേ? നിന്റെ കയ്യിൽ എന്താ തെളിവുള്ളത്? അത് കൊന്ന പോലീസിന് കൊടുക്കേ. പോലീസുകാർ ഇപ്പൊ ഒരു ഗർഭം അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് 10-20 ദിവസമായില്ല, ഇതുവരെ ആരെയും കിട്ടിയിട്ടില്ല. ഇനി നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ അതൊക്കെ കൊണ്ട കൊടുക്കേ. പ്രതിപക്ഷ നേതാവും കുറിച്ച് അങ്ങോട്ട് മാറ്റി വെക്കും ഇപ്പൊ തൽക്കാലം. പിന്നെ നിന്റെ ബോധ്യവും നിന്റെ ഇതും നടപ്പാക്കേണ്ടിക്ക് നിന്റെ പ്രോപ്പർട്ടിയോ നിന്റെ തറവാട് സ്വത്തോ അല്ല കോൺഗ്രസ് പാർട്ടി എന്ന് ഞാൻ ഇതിന് മുമ്പിലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായ? അല്ലെങ്കിൽ വിത്ത് എവിഡൻസ് തെളിവ് നീ പുറത്തു വിട്. നിന്റെ കയ്യിൽ അങ്ങനെ തെളിവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസുകാർക്ക് കൊടുക്ക്. എന്നിട്ട് നീ പറ. അല്ലാതെ വെറുതെ വന്നിട്ട് നിന്റെ ബോധ്യത്തിന്റെ ആന്ന് എടുക്കുമ്പോ ഞാൻ ആവർത്തിച്ച് പറയുന്നു, അങ്ങനെ നിലപാടെടുക്കേണ്ട ഇതല്ല ഇത്. പിന്നെ നീ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നതൊന്നും കോൺഗ്രസ്സുകാരല്ല, കോൺഗ്രസ്സുകാർ ഇവിടെ. നീ എന്താ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെ മനസ്സിനകത്തുള്ള പെനക്ട് ചെയ്ത് കണ്ടെത്തിയിട്ട് ദൈവസിദ്ധി പ്രവചിക്കുന്നവനാ? നീ ആരാ കോൺഗ്രസ്സുകാരല്ലോ എന്നെല്ലാം തീരുമാനിക്കാൻ വേണ്ടി നിന്റെ സർട്ടിഫിക്കറ്റിൽ ഇവിടെ കോൺഗ്രസ്സുകാർ പ്രവർത്തിക്കുന്നത് രാജ്യത്ത്? അതെയോ? എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ ലോജിക്ക് എന്താന്നുള്ള കാര്യം. പിന്നെ നീ പറഞ്ഞ വീഡിയോസ് പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ പറഞ്ഞത് ഇതാ വീഡിയോസ് എനിക്ക് മുഴുവൻ ആളും നിന്റെ ആ മണ്ഡലത്തിൽ നിന്ന് അയച്ചു തരുന്നുണ്ട് കോൺഗ്രസ്സുകാർ എല്ലാത്തിട്ട് സ്റ്റോക്കാ. മനസ്സിലായ? ഇനിയിപ്പം വരും കുറെ എണ്ണം. പ്രതിപക്ഷ നേതാവിന് എന്താ അങ്ങനെ പറയുന്നത്? ഇങ്ങനെ ഈ പുള്ളി പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് പറയേണ്ടി വരുന്നത്. ഒരു ക്രൈമും ഒരു വിത്ത് എവിഡൻസും ഇല്ലാതെ ഒരു കാര്യത്തിന്റെ പേരിൽ മുഴുവനായിട്ട് ആ മനുഷ്യനെ വേട്ടയാടുക. എന്തേ അവനിക്കെന്താ കുടുംബം അമ്മയും പങ്കളൊന്നും ഇല്ലേ ഈ രാഹുൽ മാക്കൂട്ടത്തിൽ? ഇല്ലേ? ഇനി ഇവന്റെ കയ്യിൽ അങ്ങനെ വലിയ ബോധ്യമുണ്ടെങ്കിൽ ഇവൻ തെളിവ് പുറത്തു വിട്ടേ ഞങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ല, ഞങ്ങൾ കൂടെ നിൽക്കാം. പിന്നെ സൈബർ നടത്തി പണിയെടുക്കുന്ന എല്ലാവരും മുഖമില്ലാതെ ഫൈക്ക് ഐഡി എന്നുള്ള ഇതാ മുഖം ഇതാ നോക്കിയോ നല്ല ഇങ്ങനെ എന്തായാലും ആയിരക്കണക്കിന് കമന്റ് വരുമ്പോ അവർക്കൊക്കെ മുഖമുണ്ട്. നീ അവിടെ വായിച്ചാൽ മതി, എല്ലാവരും ഞാൻ തരാം. പിന്നെ നീ ഏത് ബോധ്യത്തിലാ സാർ അങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലായി ലോജിക്ക് എന്താന്നുള്ള കാര്യം. ഒരു ഇടതുപക്ഷം കൊണ്ടുവന്ന ഒരു അലിഗേഷൻ നാളെ ഇന്ന് വരെ തെളിവ് കൊണ്ടാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ കഴിഞ്ഞ 2-3 ദിവസം ഇതാ ഗർഭം കലക്കിയ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് പോയി ഇതാ മറ്റേ ക്രൈംബ്രാഞ്ചിന് കുട്ടി ഉണ്ടാക്കി മറ്റിയാക്കി എന്ന് പറഞ്ഞ് എവിടെ കിട്ടിയാണോ? എന്നിട്ട് ഇതൊന്നും ഇല്ലാണ്ട് വീണ്ടും 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 വന്നിട്ട് ഇങ്ങനെ അങ്ങ് പുലബുക. ഇവന്റെ വിചാരം ഇവൻ മാത്രം വലിയ ബുദ്ധിമാനെന്ന്. ഇവൻ എന്താ കോൺഗ്രസ് സ്ഥാപക നേതാവാ? ഇവൻ ആര് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി? പിന്നെ പാർട്ടി അങ്ങനെ നിയമസഭയിൽ പങ്കെടുക്കാൻ പാടില്ല എന്തേ നീ വിജയിപ്പിച്ചതാ? ഇപ്പൊ പാർട്ടിന്റെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നൊക്കെ രാഹുൽ മാക്കൂട്ടത്തിനെ പുറത്താക്കി. ഇനി അവിടുത്തെ ജനങ്ങൾ വിജയിപ്പിച്ചതാ. മനസ്സിലായ? അദ്ദേഹം പങ്കെടുക്കണം, അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചു. നീ വേണമെങ്കിൽ പാലക്കാട് പൊതുസമൂഹം പറയട്ടെ. അല്ല നീ പറയുന്നതനുസരിച്ചിട്ടല്ല ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്തത്. അത് മനസ്സിലായ? അവിടെ ഒരു കാൻഡിഡേറ്റിനെ പാർട്ടി നിർത്തി എന്നുള്ളത് സത്യ. പക്ഷെ വോട്ട് കുത്തിയിട്ടത് അവിടുത്തെ സമൂഹ. മനസ്സിലായ? എന്തെങ്കിലും അതിനകത്ത് അല്ലെങ്കിൽ ഇവനിങ്ങനെ പറയുന്ന ഇങ്ങനെ വലിയ അങ്ങ് പറയുന്നതിനേക്ക് വലിയ കാര്യം കഴമ്പും വേണം. ഇവൻ ഓരോ ദിവസവും മതി എന്റെ ബോധ്യം എന്റെ നിലപാട്. എന്ത് നിലപാട്? ഇന്റെ സ്വത്തായി അതും ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ എന്റെ ബോധ്യവും എന്റെ നിലപാടും എന്റെ കുടുംബത്തില് ഞാനുമായി ബന്ധപ്പെടുന്നവരെടുത്ത് എനിക്ക് നാട്ടുകാരുടെ മുമ്പിൽ എന്റെ ബോധ്യം എന്ന് പറഞ്ഞു പറയാൻ പറ്റില്ല. ഒരു പൊതുസ്വത്തിൽ വന്നിട്ട് ഇല്ല, അല്ലെങ്കിൽ അതിൽ വിത്ത് എവിഡൻസ് തെളിവ് വേണം, അല്ലെങ്കിൽ പരാതി വേണം, അല്ലെങ്കിൽ കേസ് വേണം, എങ്കിൽ ഞങ്ങൾക്ക് പറയാം. അതൊന്നുമില്ല. എന്നിട്ട് ഇവന്റെ നിലപാട് പോലും. എന്നിട്ട് ഇന്നലെ വേറെ മാധ്യമത്തിന്റെ ചർച്ചയിൽ കുറെ CPM-ന്റെ അനുഭാവികളെ കൊണ്ടേ ഇരുത്തിയിട്ട് അങ്ങ് ഏത് ഞാൻ കണ്ട് മാതൃഭൂമിയിൽ ഇവിടെ സതീശനെതിരെ സൈബർ വേട്ടയോ? ഒലക്ക ആലപ്പിണ്ടോ? എന്ത് വേട്ട? അവൻ പറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പറയാൻ കിട്ടുന്ന സ്പേസിൽ നമ്മൾ പറയുന്നു.
അത്രയേ ഉള്ളൂ. അങ്ങനെയാക്കാണ്ട് അതിന് വേട്ടനാക്കേണ്ടത്. എന്താ പിന്നെ ഇവിടെ ഞങ്ങൾക്കും പറഞ്ഞൂടെ സതീശൻ രാഹുൽ മാക്കൂട്ടത്തിനെ വേട്ടയാടുന്നു ഞങ്ങളും പറയൂ. എന്തേ പറയൂലേ? ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലേ? അതായത് കോൺഗ്രസിനകത്തുള്ള ഒരു നേതാക്കന്മാർക്ക് ഈ അഭിപ്രായമില്ല. ഇനി നോക്കട്ടെ, ഈ പിന്നെ അടൂർ പ്രകാശ് സാറ് വാർത്താ സമ്മേളനം വിളിച്ച് എന്ത് രസമുണ്ട് കേൾക്കാൻ, എത്ര വ്യക്തമായിട്ടാ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താൻ കൃത്യമായി പറഞ്ഞു. അതുപോലെ തന്നെ കെ സുധാകരൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. കെ മുരളീധരൻ വളരെ ക്ലിയർ. അതൊക്കെ കേൾക്കുമ്പോ ഒരു ഇമ്പുണ്ട്. ഇവനാകല്ല ഇവൻ ഞാൻ എനിക്ക് അതാണ് ഇവന്റെ ബോഡി ലാംഗ്വേജ്, ഇവന്റെ എന്നിട്ട് പറയാം കേരളം മുഴുവൻ അലയടിച്ചു വന്നാലും ഞങ്ങൾക്കിവിടെ ഒന്ന്. എടാ, കേരളം മുഴുവൻ അലയടിക്കണ്ട, വെറും 10 നേതാക്കന്മാർ നട്ടല് നിവൃത്തിയാണെന്ന് നിന്നോട് പറഞ്ഞാൽ മതി. നീ അതേ നിലപാടും കൊണ്ട് ഇന്റെ അലയടിക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ പോയി കുത്തിരിക്കേണ്ടി വരും. മനസ്സിലായ? പക്ഷെ ആ രാഹുൽ മാക്കൂട്ടത്തിൽ ഇല്ലല്ലോ. ഞങ്ങളായിട്ടായിരിക്കണേ ഒരു തെളിവിലാണ് നീ ഇങ്ങനെ വിളിച്ചു പറയുമ്പോ അത് കാണിച്ചു തരാനൊന്നോ തല പോയാൽ അങ്ങ് വോട്ടെന്ന് വെച്ചേക്കൂ. മനസ്സിലായ? പിന്നെ കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാരോട് ഇവനെ പേടിച്ചിട്ട് എന്തിന് നിൽക്കണം നിങ്ങൾ? ഇവൻ എന്ത് നിലപാടാ പറയുന്നത് അത് പറ. നിങ്ങൾക്കത് നട്ടൽ നിവർത്തി ചോദിച്ചൂടെ? എടോ സതീശ, തെളിവുണ്ടെങ്കിൽ വെക്ക്. വെറുതെ ഞങ്ങളെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു വളർന്നു വരുന്ന യുവ നേതാവാ, എന്തിനാ നിങ്ങൾ CPM സംഘികളും വേട്ടയാടുന്നതല്ല നീയും വേട്ടയാടാൻ നിൽക്കുന്നത് എന്ന് ചോദിക്ക്. അപ്പോഴാണ് കാര്യത്തിൽ ഇത് ആരും മിണ്ടുന്നില്ല. എല്ലാം മിണ്ടാണ്ട് മാളത്തിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുക. എന്താ ഇവനിങ്ങനെ ഭയപ്പെടാൻ കാരണം എനിക്കറിയുന്നില്ല. എടാ, അവനവന്റെ ആത്മാഭിമാനമുണ്ട്. അതെന്തിനാ മറ്റൊരാളെ കാലിൽ പണയപ്പെടുത്തുന്നത്? ഇപ്പൊ എനിക്ക് ഈ മീശ ഉണ്ട്, ഞാൻ എന്തിനാ ഈ മീശ വെക്കുന്നറിയാം? ആണാന്ന് തെളിയിക്കാൻ വേണ്ടിയാ. അല്ലെങ്കിൽ ഞാൻ പഠിച്ചങ്ങ് കളയും. മനസ്സിലായ? പോയാ പോട്ടെ എന്ന് വെച്ചേക്കും. ഒരു മനുഷ്യനെ വേട്ടിയാടുന്നതിന് കണക്കില്ലേ? പറയുന്നതിന് കണക്ക് എന്തെങ്കിലും എന്നാൽ അത് മാത്രം. ഈ കാലം അത്രയും 10-25 ദിവസമായി ഇവന്റെ പിറകിൽ നടക്കൽ തുടങ്ങിയിട്ട് ഒരു ഭരണകൂടത്തിന്റെ മുഴുവൻ സംവിധാനം ഉപയോഗിച്ച്, എന്നിട്ട് പോലും ഒരു കച്ചിത്തുരുമ്പോ ഒരു പരാതിക്കാരി ഒരു തെളിവോ നാളിന്ന് വരെ കണ്ടെത്താൻ കഴിയാഞ്ഞിട്ടും ഇവൻ ഇന്നലെയും വന്നിട്ട് കൊണക്കുന്ന ഡയലോഗ്. ഇവന്റെ ഈ ഡയലോഗ് അടിച്ചാൽ അങ്ങ് എന്തോ സംഭവമാണ്. ഇവനാക്കാളും എത്രയോ വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് രാഹുൽ മാക്കൂട്ടത്തിന്. രാഹുൽ മാക്കൂട്ടത്തിന്റെ പ്രതിപക്ഷ നേതാവാക്കുണ്ട്. കാരണം സർക്കാരിന്റെ കൊള്ളരുതായ്മ മുഖത്ത് നോക്കിയിട്ട് പറയും. അത് മാത്രമല്ല, സമരം ചെയ്യുന്നൊക്കെ സമരം ചെയ്യും. തിരുത്തിക്കേണ്ട മേഖലയിൽ കൃത്യമായിട്ട് അവൻ തിരുത്തിക്കും. അത്രയും ആംബേറുണ്ട് രാഹുൽ മാക്കൂട്ടത്തിൽ. മനസ്സിലാക്കിക്കോ. അല്ലാതെ ഇവനെ പോലെ 4-3-7 ഡയലോഗ് അടിച്ചിട്ട് വെറുതെ അത് കുറച്ച് സൈബർ നടത്തി പ്രവർത്തിക്കുന്ന കുറച്ച് ഇവന്റെ അണികളെയും വെച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് ബീജിയമാക്കിയിട്ട് ഡാ നോക്കടാ അങ്ങനെ പറയല്ല ചെയ്യാ. മനസ്സിലായ? ഒരു കാര്യം നമ്മൾ പറയുന്ന, ഞാനൊരാളെ ആക്ഷേപിക്കുമ്പോ അതിന്റെ തെളിവ് വേണം. അല്ലാതെ ശങ്കരാടി പറയുന്നത് ആ തെളിവുണ്ട് കൈലാക്കുന്ന ബയ്യ എങ്ങനെ കാണിക്കല്ല. എന്നാ പിന്നെ ഇത്രയും ദിവസങ്ങളായി എന്നാ ഇവനിക്ക് അങ്ങനെ ഉറച്ച ബോധ്യം ഉണ്ടെങ്കിൽ ഇവൻ തെളിവ് പോലീസുകാർക്ക് കൊടുക്കട്ടെ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെയെങ്കിലും പറയാലോ. അല്ലാതെ നിരന്തരം വന്നിട്ട് എതിരാളികൾ വിമർശിക്കുന്നേക്കാൾ അപ്പുറം നിന്നിട്ട് ഇവൻ അങ്ങ് തുടങ്ങുക, വലിയ ഡയലോഗ് അടിക്കുക, ഇങ്ങനെ ആക്കുക. ഉളുപ്പ് എന്ന് പറയുന്ന ഈ മനുഷ്യർക്കൊക്കെ വേണ്ടേ? സ്വന്തം കൂട്ടത്തിൽ നിൽക്കുന്ന ഇന്ന് എത്ര CPM-ന്റെ നേതാക്കന്മാർക്കെതിരെ ആരോപണങ്ങളും അഴിമതിയും വിത്ത് പരാതി അടക്കമുണ്ടായിട്ട് പോലും അവരാരും കൊണ്ടാ പരസ്പരം കുറ്റം പറയുന്നത്? ഉണ്ടാ? നിങ്ങൾ നോക്കിയ. പക്ഷെ ഇവന്റെ ഉദ്ദേശം എന്താണെന്നറിയാം? രാഹുലിന്റെ മുമ്പിൽ വെച്ചിട്ട് ഷാഫിലിട്ട് പിടിക്കാനായിരുന്നു ഇവന്റെ ഉദ്ദേശം. കാരണം ഇവർക്കൊക്കെ ഈ പിറകിൽ നിന്ന് കുത്തിയ ശീലം ഉണ്ടല്ലോ. അതൊന്ന് നോക്കുമ്പോൾ ഇത് കാലം മാറി, കമ്പ്യൂട്ടർ യുഗമായി. ഇപ്പൊ ജനങ്ങളൊക്കെ നോക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ബോധമുള്ള ജനങ്ങളാന്നുള്ള കാര്യം ഇവൻ മറന്നുപോയി. അപ്പൊ അതിന്റെ ഇഷ്ടഫലം വടകരയിൽ ഷാഫി കാണിച്ചു. മനസ്സിലായ? മറ്റ് രാഹുലിന്റെ ആരോപണം വന്നപ്പോ CPM വന്നോടോ ഷാഫിന്റെ പിറകെ പോകേണ്ട ആവശ്യം. അപ്പം വളർന്നു വരുന്ന യുവ നേതാക്കന്മാരെ അടിച്ചങ്ങ് അമർത്തുക. പാർട്ടി തോറ്റാലും ശരി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം എന്റെ പെൻഷനും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇവന്റെയൊക്കെ ചിന്താഗതി. മനസ്സിലായ? എന്നിട്ട് സാധാരണക്കാരന്റെ പ്രവർത്തകരുടെ വികാരങ്ങൾ ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ പ്രവചിക്കുമ്പോൾ കുറെ മാമാപ്പണിയെടുക്കുന്ന മാധ്യമങ്ങളെ കൂട്ടി വന്നിട്ട് സൈബർ അറ്റാക്ക്, മുഖമില്ലാത്ത ഇതാണ് മുഖം വെച്ചിട്ട് തന്നെയാ പറയുന്നത്. കേസെടുക്കാൻ പറ്റുമോ? പോയി കേസെടുക്ക്. ഞങ്ങൾക്കും കോടതി ചില കാര്യങ്ങൾ പറയാനുണ്ട്, ചോദിക്കാനുണ്ട്. ഒരു മനുഷ്യനെ വേട്ടയാടുന്നതിന് കണക്കുണ്ട്. അവനിക്കില്ലേ അമ്മ? അവനിക്കില്ലേ കുടുംബം? ഇല്ലേ? ഒരു ഇന്ത്യൻ മിലിറ്ററിയിൽ ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്ത ഒരു അച്ഛന്റെ മകനല്ലേ? ആ സത്യസന്ധത അവന്റെ ഭാഗത്ത് അല്പമെങ്കിലും ഉണ്ടാവില്ലേ? പിന്നെ കുറെ വേട്ടകളും എന്താ പ്രതികരിക്കാത്ത, എന്തേ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാതെ? സൗകര്യമില്ല രാഹുൽ മാക്കൂട്ടത്തിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ. ഇല്ലാതെ പച്ച കളവറി അതിന്റെ പുറകെ പോക്കാം എനിക്ക് വഴി. അതെയോ? അത്തരം വിഡ്ഢിയൊന്നല്ല രാഹുൽ മാക്കൂട്ടത്തിൽ. പരാതി ഉണ്ടെങ്കിൽ ആ തന്തക്ക് പറഞ്ഞ പെണ്ണാണെങ്കിൽ ഏതോരിക്കാ പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയും കൂടെ ആ പെണ്ണ് മുന്നോട്ട് വരട്ടെ.
പരാതി കൊടുക്കട്ടെ, അതിനുശേഷം തീരുമാനിക്കാം. പരാതി മഹാരാഷ്ട്രത്തിൽ കേസ് കൊടുക്കണ്ട എന്തല്ല. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിന്റെ പുറകെ പോയിട്ട് മഹാരാഷ്ട്രത്തിന് കേസ് കൊടുക്കാത്ത എന്താ രാഹുൽ നിഷേധിക്കാത്ത? എന്തിനുള്ള ക്രൈം ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് നിഷേധിക്കേണ്ട ആവശ്യമില്ല, കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. പറയുന്നവർ അവിടെ ടൗണിൽ നിന്ന് എത്രയോ പട്ടികൾ കുരക്കുന്നുണ്ട്, ചാവാലി പട്ടികൾ. അത് കുരച്ചങ്ങ് പൊക്കോട്ടെ. അങ്ങനെ ഞങ്ങളൊക്കെ പട്ടിക്കാരങ്ങ് മറുപടി കൊടുക്കും, ചാവാലി പട്ടിയൊക്കെ കൊടുക്കത്തില്ല. ആ ലെവലിൽ കണ്ടാ മതി കേട്ടാ. പിന്നെ ഇവൻ ഏത് പെണ്ണ ഇത് ആദ്യം ആരോപണം ഉന്നയിച്ചത്? ഇവന്റെ കൂടെ നിൽക്കുന്ന ഇവൻ മകളുടെ സ്ഥാനത്ത് കാണുന്ന, അത്തന്റെ സ്ഥാനത്ത് കാണുന്ന പെണ്ണും ഇവരാണല്ലോ. ഇത് രണ്ടും സ്ക്രിപ്റ്റ് ആയിട്ടാണല്ലോ വന്നത്. പെണ്ണ് പരാതി പറയുന്നു, മണിക്കൂറുകൾ ശരിയാതെ പൊക്കിപ്പിടിക്കുന്നു, ഇവൻ ഇങ്ങനെയാക്കി നിലപാടെടുക്കുന്നു, ഞങ്ങൾ അങ്ങ് മാറ്റിക്കളയുന്നു പറഞ്ഞ് അങ്ങ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ ആ പെണ്ണിന്റെ വീഡിയോസ് അടക്കം ഇപ്പൊ യൂട്യൂബിലും ഇതിലും ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയില്ല. ഇന്ന് കാലത്ത് തന്നെ എനിക്ക് ഒരു വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട്. ഇവിടെ തിരുവനന്തപുരത്തുള്ള ആളങ്ങോട്ട് അയച്ചാന്ന്. ഞാനത് കണ്ടപ്പോഴേ ഞെട്ടിപ്പോയി. ഈ പെണ്ണാണോ പരാതി പറഞ്ഞത്? അപ്പൊ ഇവനും അവരുമായിട്ടുള്ള ഒരു സ്ത്രീ പറഞ്ഞത് എന്താ വെച്ചാൽ സതീശനും ആ പെണ്ണുമായിട്ടുള്ള ബന്ധവും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മുഖം വെച്ചിട്ടാ പറയുന്നത്, അതൊന്നും ഫേക്ക് ആയിട്ടില്ല. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്ത്രീകളാ പറയുന്നത്. ഇവൻ കേസെടുക്കട്ടെ. ഞാനത് വീഡിയോസ് എല്ലാം പുറത്തു വിട്ടായിരുന്നു. എനിക്ക് സാങ്കേതിക വിദ്യയില്ല ഇതൊക്കെ വെച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ തെളിവ് വിത്ത് എവിഡൻസ് മുഴുവൻ എന്റെ കയ്യിലുണ്ട്. മനസ്സിലായ? വായിക്ക് തോന്നിയ കോതക്ക വട്ടാക്കി. ഈ നിയമസഭക്കകത്ത് രാഹുൽ കൃത്യമായിട്ട് പങ്കെടുക്കണം. ഇവൻ പങ്കെടുക്കണം. പോടാ നിന്റെ പണിയെടുക്കുന്ന പറയണം രാഹുൽ. കാരണം എന്താ പറയുക, ഇപ്പൊ പാർട്ടിയുടെ പ്രാഥമിക നേതൃത്വത്തിലുള്ള പുറത്താക്കി. ഇപ്പൊ സ്വതന്ത്ര MLA അവിടുത്തെ ജനങ്ങളെ തെരഞ്ഞെടുത്ത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമസഭക്കത്ത് വേണം. എന്നിട്ട് അവിടെ എത്തിയിട്ട് അങ്ങ് ചെത്തുകയാണെങ്കിൽ അങ്ങ് ചെത്തട്ടെ. മരിച്ചാൽ എങ്ങനെയാലും അല്ല ജനിച്ചാൽ എങ്ങനെയാലും ഒരു കാലത്ത് മരണം ഉണ്ടാവും. അതെങ്ങനെയാണോ ദൈവം നിശ്ചയിച്ചതിന്റെ അപ്പുറത്തേക്ക് കിടക്കാനും കഴിയത്തില്ല. അതുകൊണ്ട് വീട്ടിലിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജനങ്ങളുണ്ട് കൂടെ, സമൂഹം ഉണ്ട് കൂടെ. അത് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക്. ഇന്നലെ ഒരു CPM പ്രായം ചെന്ന ഒരു സ്ത്രീയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഉണ്ടല്ലോ വല്ലാത്ത സങ്കടമാകുന്നു. എന്നിട്ട് ഇവന് അങ്ങ് പറയാ കോൺഗ്രസ് അതല്ല, കോൺഗ്രസ് ഇവിടെ ഉണ്ട്. ഇവനല്ലേ പെലക്ട് ചെയ്തിട്ട് മുഴുവൻ കോൺഗ്രസ്സുകാരെ അങ്ങ് തീരുമാനിക്കുന്നത്. ഇവന്റെയൊക്കെ വർത്താനം കേട്ടോ. ഈ പാവങ്ങൾ പട്ടിണിപ്പാങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർ ഇതിങ്ങനെ പറയുന്നതും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഇവന്റെ ഒക്കെ ഒരു ശമ്പളം വാങ്ങിച്ചിട്ട് നാട്ടാ ഇവന്റെയൊക്കെ ധാരണ. പിന്നെ ഒരു വേട്ടാവളിന് ഇന്നലെ മറ്റേ ഇതിൽ ഡെയിലി ഈ പിന്നെ മാതൃഭൂമി ന്യൂസ് ചാനലിൽ കയറിയിട്ട് CPM വേണ്ടി എപ്പം ബാധിക്കുന്നത്. എന്നിട്ട് അവനങ്ങ് കൽപ്പിക്കുക ദുബായിൽ നിന്ന് ഇതുപോലെ സൈബർ ലോകത്ത് പ്രവർത്തിക്കാൻ വേണ്ടി കാശ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് VD സതീശനെ ഇങ്ങനെ വിമർശിക്കുന്നത്. ഇവന്റെ വീട്ടിൽ നിന്ന് കൊടുത്താച്ചില്ല കാശ്? ദുബായിൽ നിന്ന് ആരാ കൊടുത്താക്കണം? ആർക്കാ കൊടുത്താച്ചില്ലെന്ന് പറ കേൾക്കട്ടെ. അങ്ങനെ പറയുമ്പോ വിത്ത് എവിഡൻസും തെളിവും വെക്കണടാ. എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തും വിളിച്ചു പറയല്ല വേണ്ട. പിന്നെ നിലപാടിന്റെ രാജകുമാരനാണ് ഇവ CPM. അപ്പൊ എന്താ ഇപ്പൊ സതീശനോട് അങ്ങ് സ്നേഹം ഇറ്റി വീണിട്ട്? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതല്ലേ അവിടെ കണ്ടത്? നിലമ്പൂര് കണ്ടത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ ഭാഗമായിട്ട് അവിടെ കോൺഗ്രസിന് കഴുത പോങ്ങ. അവിടെ അൻവർ സ്വതന്ത്രമായി നിന്ന് മത്സരിച്ചത് കൊണ്ട് കോൺഗ്രസ് വിജയിച്ച്. അല്ലെങ്കിൽ ഇവന്റെ നിലപാടൊക്കെ കാലിനടയ്ക്ക് അങ്ങ് തൂറ്റിപ്പോവുകയാണ്. മനസ്സിലായ? 20,000 വോട്ടാന്നപ്പുറം പിടിച്ചത്. ഇപ്പുറം വിജയിക്കുന്നത് 11,000 വോട്ടിനാ. മനസ്സിലാണോ? നേരെ മറിച്ച് അൻവർ അങ്ങോട്ട് മാറി നിന്നാൽ CPM-ന് അൻവറിന് കിട്ടിയ വോട്ട് മുഴുവൻ CPM-ന് തന്നെ പോളാവും അൻവർ നിന്നിട്ടില്ലെങ്കിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ മറ്റേ CPM-ന്റെ സ്വരാജ് വിജയിക്കും. അങ്ങനെയല്ല അത് മനസ്സിലാക്കുക. അങ്ങനെയല്ല ഇലക്ഷൻ കമ്മീഷണർ വെബ്സൈറ്റിലൊക്കെ കണക്കും രേഖപ്പെടുത്തിയത്. എന്നിട്ട് നീ അവിടെ വന്നിട്ട് അവിടെ നിലവേഠിന്റെ നാക്കുമ്പോ അത് വിശ്വസിക്കാൻ മാത്രം നിന്നെ പോലെ തീട്ടം നിന്നവരാ കേരളത്തിലെ പൊതുസമൂഹം. ഞങ്ങൾക്ക് പാർട്ടിയുണ്ട്, പക്ഷെ അടിമത്തം പേറിയിട്ടില്ല, അടിമത്തം സ്വീകരിക്കത്തൊന്നുമില്ല. തെറ്റായിട്ടും ശരിയായിട്ടും തന്നെ പറയും. കാരണം ഇവനിക്കൊക്കെ രാഹുൽ മാക്കൂട്ടത്തിൽ ഒരു തെളിവില്ലാതെ വിത്ത് എവിഡൻസ് ഇല്ലാതെ ഇതിന്റെ കാര്യത്തിനകത്ത് ഇങ്ങനെ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഞങ്ങളും പറയും. ഒരു തർക്കവും വേണ്ട. പിന്നെ പ്രതിപക്ഷ നേതാവ് അങ്ങ് ദൈവത്തിന്റെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങനെ പൊട്ടി നിന്നൊന്നുമല്ല. മനസ്സിലായ? പിന്നെ രാഷ്ട്രീയത്തിനകത്ത് വലിയ വിദ്യാഭ്യാസം ക്വാളിറ്റി ഒന്നും വേണ്ട. കാരണം 3ാം ക്ലാസ് പഠിച്ചവനും വലിയ നേതാവായി നടക്കുന്നുണ്ട്, മന്ത്രിയായിട്ടുണ്ട്. ഇല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ രാജ്യത്തെ നിയമം? 3ാം ക്ലാസ് പോലും വിദ്യാഭ്യാസമില്ലാത്ത ഒരുത്തന, അതായത് അമേരിക്ക യൂണിവേഴ്സിറ്റി പോയിട്ട് പഠിച്ച് പാസ്സായി വലിയ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയാലെങ്കിൽ പോയിട്ട് അറ്റ്ലീസ്റ്റ് ജില്ലാ കളക്ടറൊക്കെ സ്ഥാനത്തേക്ക് എത്തണ്ടെങ്കിൽ എത്ര വർഷങ്ങൾ ഉറക്കും 3 മൊഞ്ഞ് പഠിക്കണം. ഇല്ലേ? അങ്ങനത്തെ മനുഷ്യൻ ഈ പറയുന്ന 3ാം ക്ലാസ് വിദ്യാഭ്യാസം ഇല്ലാത്ത ഊളക്ക് പോലും സല്യൂട്ട് അടിക്കുന്ന ഒരു നിയമമുള്ള രാജ്യം നമ്മളെ രാജ്യം. അപ്പൊ അത് ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ അങ്ങ് വലിയ ഇതായിട്ട് ഉള്ള ആളൊന്നുമല്ല. അതൊരു പാർട്ടി കൊടുക്കുന്ന ഒരു സ്ഥാനം. അതിനപ്പുറത്തേക്ക് എന്താ ഉള്ളത്? പക്ഷെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരുണ്ടാകുമ്പോൾ അത് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കും. മനസ്സിലായ?
പിന്നെ പായന പരത്തി പായിക്കുമ്പോൾ എന്തായി പരത്തി പായിച്ച് ആ പായിച്ചതിന്റെ അടയാളം ഞാൻ കാണുന്നുണ്ട്, ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? എന്റെ നിലപാട് ഇത് ഒരു പാർട്ടി പ്രസ്ഥാനത്തിൽ പൊതുവായിട്ടുള്ള ഒരു പ്രസ്ഥാന, മനസ്സിലായ? ഞങ്ങളെ പൂർവികന്മാർ ജീവൻ കൊടുത്തുണ്ടാക്കിയ പ്രസ്ഥാന ഇത്. അതിന് അങ്ങനെയൊന്നും നിന്റെ കലപാടും കൊണ്ട് വളർന്നു വരുന്ന നേതാക്കന്മാർ അങ്ങ് ചവിട്ടി താഴ്ത്തി കളയാന്നുണ്ടെങ്കിൽ അതൊന്നും അനുവദിച്ചു തരത്തില്ല. അതിന് ശബ്ദിച്ചുകൊണ്ടേയിരിക്കും, മനസ്സിലായ? നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇത്, അനീതിക്കെതിരെയുള്ള ശബ്ദം ഇത്, മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ഇവൻ ഈ പറയുന്നതിനോട് വ്യക്തിപരമായിട്ട് വിദ്വേഷമൊന്നും എനിക്കില്ല. ഇവൻ ഈ പാർട്ടിന്റെ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ വെട്ടി നിരത്താൻ നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധം മാത്രം. അല്ലാതെ ഇവൻ ഈ സ്ഥാനം രാജിവെച്ചിട്ട് ഇവൻ പൊക്കോട്ടെ, എന്നിട്ട് പറഞ്ഞോട്ടെ, ആര് മൈൻഡ് ചെയ്തതിനൊക്കെ? അവൻ ഇവന്റെ വിഡിത്തം, ആ പോങ്ങത്തരം ഉണ്ടല്ലോ, അത് ഒരു കാരണവശാലും വക വെച്ച് കൊടുക്കത്തില്ല. കാരണം ഇവിടെ വിത്ത് എവിഡൻസ് ഉണ്ട്, ഇവിടെ തെളിവ് വേണം, ഇവിടെ നിയമവാച്ചുള്ള രാജ്യ. ഇവന്റെ പോദ്യത്തിനനുസരിച്ചിട്ടല്ല ഇവിടെ ക്രൈമിനും ഇവിടെ കേസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. നിന്റെ പോദ്യം, ഞാൻ പറഞ്ഞു, നിന്റെ പോദ്യവും നിന്റെ നിലപാടും ഒക്കെ അത് അവനവന്റെ കുടുംബത്തിൽ, മനസ്സിലായാലും ഇവിടെ കൃത്യമായിട്ട് എന്തെങ്കിലും ഈ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ ഈ പാർട്ടി പ്രവർത്തകരോട് പറയണം, ഇതാ ഈ നേതാവ് ചെയ്ത ക്രൈം, ഇത് FIR ഇട്ടുണ്ട്, ഇത് കേസ് എടുത്തിട്ടുണ്ട്, ഇത് രാജ്യത്തിന്റെ നിയമത്തിന്റെ ഉള്ളിലുണ്ട്, ഇല്ല ഇന്ന പെണ്ണ് വന്ന് പരാതി കൊടുത്തിട്ടുണ്ട്, ഇന്നടത്ത് കെറുപ്പം കലക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നടത്ത് കെറുപ്പം ഉണ്ടായിട്ടുണ്ട് എന്ന് നീ പറയണം. അല്ലാതെ നിന്റെ പോദ്യം എന്ന് പറഞ്ഞിട്ട് മറ്റ് നിന്നാക്കാളും ക്രെഡിബിലിറ്റിയും പ്രിവിലേജും നാളുകളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ എന്താ പറയണ്ടത് അടുത്തേക്ക് എത്താനുള്ള യോഗ്യതയുള്ള ഒരു യുവ നേതാവിനെ നീ നിന്റെ പോദ്യം എന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞല്ലോ, അത് അവനവന്റെ കുടുംബത്തിൽ നിന്ന് ചെയ്യൂ. മറ്റേ ഇതൊരു പൊതുവായ പാർട്ടിയാ. അതിന് അങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ പ്രതിഷേധിക്കും. ഞാൻ പല കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും ബന്ധപ്പെടുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഇതൊന്ന് പച്ചക്കറി, ഇതൊന്നും ഇനിയിപ്പോ ടൈബർ അറ്റാക്ക് എന്നൊന്നും പറഞ്ഞേക്കണ്ട ആരും. ടൈബർ അറ്റാക്ക് ഒന്നുമല്ല, മനസ്സിലായി? ഇനി രാഹുൽ ഗാന്ധിന്റെ അടുത്തേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ക്യാമ്പയിൻ ഞങ്ങൾ നടത്തുന്നുണ്ട്, വിത്ത് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ. നിങ്ങൾ നോക്കിക്കോ, അഖിലേന്ത്യാ തലത്തിൽ ഇവരൊക്കെ, കാരണം ഇവർക്ക് ഇതിന്റെ സത്യങ്ങൾ അറിയില്ല, ദേശീയ നേതൃത്വത്തിന് ഈ സത്യങ്ങൾ അറിയില്ല, അവർക്ക് ഈ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് നടക്കുന്നത് അവർക്ക് അറിയില്ല. അവർ ഇതുപോലത്തെ പോങ്ങന്മാർ ഇഷ്ടമില്ലാത്ത സഹപ്രവർത്തകർക്കെതിരെ പച്ചക്കളവ് ഇവരെ കുറച്ചാളെ കൂടിയിട്ട് അങ്ങ് കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അവരും ചിന്തിക്കും അത് ശരി തന്നെയായിരിക്കും. പക്ഷെ ഇവിടുത്തെ റിയാലിറ്റി എന്താണെന്ന് അവരറിയുന്നില്ല. അങ്ങനെയാണ് ചില നടപടി സെൻട്രൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് ഇവർക്ക് സമ്മതം കിട്ടുന്ന എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇതിന്റെ ജെന്യൂനായ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ചേരിപ്പൂരി അടിച്ചോടിക്കും, മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കൃത്യമായിട്ട് ഇതിന്റെ കഴമ്പ് തിരിയാൻ വേണ്ടി വലിയൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്കും AICCയുടെ പ്രസിഡന്റിലേക്കും ഇത് എത്തിക്കേണ്ട വിധത്തിൽ അത്തരം ഒരു കൂടിയാലോചന ഉണ്ട്. അതും കൂടി അങ്ങ് വാർത്ത കൊടുത്തേ, എന്നിട്ട് പറയാം ടൈബർ എന്ന് പറ, മനസ്സിലായ? ഇങ്ങനെ ഇപ്പം കുറെ ഭക്തന്മാർ വരും, അതെങ്ങനെയോ നീ വിമർശിക്കുക. അങ്ങനെ പറഞ്ഞ 2-3 വോയിസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവനോട് യോജിച്ചിട്ടാണോ AICC തീരുമാനം എടുക്കുന്നത്? ചില പോങ്ങന്മാർ വന്നിട്ട് പറയുന്ന കേൾക്കാം. എടാ അങ്ങനെയല്ലടാ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതിന് പ്രതിഷേധിക്കാനും പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനൊക്കെ റൈറ്റ് ഞങ്ങൾക്കുണ്ടടാ. അതിന് ഏതെങ്കിലും പാർട്ടിന്റെ എന്തെങ്കിലും വിഷയങ്ങളുമായിട്ട് തലപ്പത്തേക്ക് കയറി നിന്നിട്ട് അങ്ങനെ വലിയ നേതാവായിട്ടൊന്നും പറയേണ്ട, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ജനങ്ങൾ വിമർശിക്കുന്നില്ലേ? എന്താ BJPന്റെ ഓൾ ഇന്ത്യ സെക്രട്ടറി ആയിട്ടോ പ്രസിഡന്റ് ആയിട്ടോ അവർ വിമർശിക്കുന്നത്? അല്ലെ കേരള സ്റ്റേറ്റ് മുഖ്യമന്ത്രിനെ പിണറായി വിജയനെ അവർ വിമർശിക്കുന്നില്ലേ? എന്താ അതിന്റെ പാർട്ടിന്റെ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിട്ടാണ് വിമർശിക്കാൻ വരുന്നത്? അങ്ങനെയൊന്നുമല്ല. തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ വിമർശിക്കപ്പെടും, ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. അതിന് നിങ്ങൾ എന്ത് വ്യാകരണം ഇട്ട് വിളിച്ചു കഴിഞ്ഞാലും കാരണം എന്താണെന്നറിയാം, നമുക്ക് ഭയമില്ല. നമുക്ക് നാളെ ഈ പാർട്ടിനെ കൊണ്ട് എന്തെങ്കിലും സ്ഥാനങ്ങൾ നേടിയിട്ട് അങ്ങ് നക്കി അങ്ങ് ജീവിക്കണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിലേ നമുക്കിതൊക്കെ തുറന്നു പറയുന്നതിന് ഭയം ഉണ്ടാവും. അത് ഭയമില്ലടാ. ചെറുപ്പം മുതൽ ഈ പാർട്ടിക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് ഈ പ്രത്യശാസ്ത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾ, മനസ്സിലായ? അല്ല നേതാവിന്റെ മുഖസൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ഇയാളെ അംഗീകരിക്കുന്ന അവകാശം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ പാർട്ടിയിലെ മറ്റു നേതാവിനെ ചവിട്ടിത്താഴ്ത്തുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള റൈറ്റ് ഞങ്ങൾക്ക് ഉണ്ടടാ. അല്ല ഞങ്ങൾ BJPക്കാരനെ അല്ല സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആരെയല്ല സപ്പോർട്ട് ചെയ്യുന്നത്. നാളെകളിലെ പാർട്ടിയുടെ ഭാവി വാഗ്ദാനമായ യുവ ചെറുപ്പക്കാരെ ഇതുപോലെ ഇവറ്റകൾ ഇല്ലാതെ പച്ചക്കളവ് ഏതെങ്കിലും സ്ത്രീയെ മുന്നിൽ നിർത്തി പണ്ട് CPM ചെയ്തത്, അത് സ്വന്തം പാർട്ടിക്കകത്തുള്ള ഇവൻ തന്നെ വന്നിട്ട് അത് ചെയ്യുമ്പോ അതിനെ എതിർക്കൂടാ. അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഞാനിന്നല്ല, ലക്ഷക്കണക്കിന് കോൺഗ്രസിന്റെ പ്രവർത്തകർ ചെയ്യുന്നുള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. അല്ലെങ്കിൽ ഒരൊറ്റ നിലപാടും എന്താ ഞാൻ പറയുന്നില്ല, ഡാസിൽ ഉണ്ടായതെങ്കിൽ തെളിവ് പുറത്തു വെക്കട്ടെ, അല്ലെങ്കിൽ ഇവന്റെ കയ്യിലുള്ള തെളിവ് പോലീസുകാർക്ക് കൊടുക്കട്ടെ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കൊടുക്കട്ടെ. അപ്പൊ നമുക്ക് പറയാം ഈ പറഞ്ഞ വാക്ക് മുഴുവൻ ഞാൻ പിൻവലിക്കാം. അല്ലാത്ത കാലത്തോളം
ഈ പറ്റിഷോക്ക് മുമ്പിൽ മുട്ടുമടക്കാൻ സൗകര്യമില്ല. മനസ്സിലായ? പറഞ്ഞുകൊണ്ടിരിക്കും, മുഖം വെച്ചിട്ട് തന്നെ പറയും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. മനസ്സിലായ? ഇനി അധികം കളിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ചരിത്ര ഹിസ്റ്ററിയും നമുക്കും കുറെ ആ ഭാഗത്തൊക്കെ ന്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. മനസ്സിലായ? അവിടെയുള്ള കോൺഗ്രസ്സുകാരിൽ നിന്ന് അയച്ചു തരുന്നു മെസ്സഞ്ചറിലെ കൂടിയൊക്കെ. എല്ലാം എഡിറ്റ് ചെയ്യാൻ നമുക്ക് നല്ലപോലെ അറിയാം. അപ്പൊ അതുകൊണ്ട് ന്യായീകരിക്കാൻ വേണ്ട, തെറ്റായിട്ട് വാപ്പ തന്റെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടെങ്കിൽ ആ വീഴ്ചകളാണ് വാപ്പ എന്ന് പറയണം. അത് തിരുത്തിക്കാൻ നോക്കണം. മനസ്സിലായ? അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, രാഹുലും ആ കൂട്ടത്തിൽ